ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ 2-3 ദിവസമായി വീഡിയോയിൽ വരാൻ വിചാരിക്കുന്നു. ഓൾറെഡി 1-2 വീഡിയോ നമ്മൾ എടുത്തു വെച്ച്, പക്ഷേ ഇന്നലത്തെ ഒരു അപ്ഡേറ്റും കൂടി വന്നപ്പോൾ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ച്. സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ ഇഷ്യൂ. ഇപ്പോൾ അങ്ങനെ തന്നെ പറയാം. ആദ്യം പോസ്റ്റ് ഇട്ട സമയത്ത് ഹണി റോസ് പറഞ്ഞൊരു വ്യക്തി ആൾ പോകുന്ന പ്രോഗ്രാമിൽ വരിക, മോശമായ രീതിയിൽ സംസാരിക്കുക, കൗണ്ടറുകൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്ന ആരൊക്കെയാണ്. പക്ഷെ നമ്മുടെ ചാനൽസൊക്കെ അത് ആരാ എന്താന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പുറത്തൊക്കെ ആയിരുന്നു. കാരണം അവർക്ക് ബോബി ചെമ്മണ്ണൂരിനെ വെറുപ്പിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ ഇവരൊക്കെ വേണം. വെച്ച് കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ വ്യക്തി കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പല ചാനലുകൾക്ക് അതിൻ്റെ പരസ്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പെട്ടെന്ന് ആളെ പണക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് ചെയ്തത് ബോബി ചെമ്മണ്ണൂരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു കുട്ടിയോട് പോലും സംസാരിക്കുന്ന രീതി വേണ്ട, ഒരു പൊതുവേദിയിൽ ചെന്ന് സംസാരിക്കുന്ന രീതി, ആൾ ഒരു നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. ആൾ തന്നെ പറഞ്ഞിട്ട് എൻ്റെ മാർക്കറ്റ് സ്ട്രാറ്റജി ആണിത്, ഞാൻ നെഗറ്റീവ് കമൻസിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പിന്നെ എനിക്കൊന്ന് സൈബർ വിങ് ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വന്നിട്ടാണ്ട് ആ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കിംഗ് ആണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ആളൊരു നന്മപരമായിട്ട് ചിത്രീകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ബോച്ച തീയ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ബിസിനസ് പരമായിട്ടൊരു കുറേ ടീമുകളുണ്ട്, കുറേ ബിസിനസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിജി കാർട്ട് മുതൽ കുറേ ബിസിനസ്സുകൾ ആൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രൊമോഷൻ ടീം കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ നന്മപരമായിട്ട് കുറേ ചാരിറ്റിയൊക്കെ ചെയ്തിട്ട് ആൾ ആ രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്ന കുറച്ച് ആൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അത് കാശുണ്ടായ ആൾക്ക് ചെയ്യാൻ ചെയ്യാൻ നമ്മൾ നല്ല കാര്യം സപ്പോർട്ട് ചെയ്യുന്നു, ചാരിറ്റിയൊക്കെ ചെയ്യട്ടെ. ചാരിറ്റിക്ക് ഒരു മറയാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു മറയായിട്ട് ചാരിറ്റി കൊണ്ടുപോകണമെന്ന രീതിയിൽ വരെ ഡിസ്കഷൻസ് വന്നു. കാരണം എന്താ വെച്ചാൽ ആ രീതിയിലാണ് കുറച്ച് കാലങ്ങളായിട്ട് ആൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റിന് പിന്നാലെ കുറേ പേര് ഇടയിൽ വന്ന് കമൻസ് ഒക്കെ ഇട്ട് പ്രശ്നങ്ങളുണ്ടായി. അതിൽ സ്ത്രീകളും കമൻസ് ഇട്ടിരുന്നു കേട്ടോ. സ്ത്രീകൾക്കെതിരെ ഒന്നും പ്രോബ്ലംസ് ഉണ്ടായില്ല. പല മോശമായ രീതിയിലുള്ള കമൻസുകൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഇഷ്ട വസ്ത്രം ധരിക്കുന്നതൊക്കെ അവരുടെ ഫേവററ്റ് ഇഷ്ട വസ്ത്രം ധരിക്കുന്നതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിലൊക്കെ കയറി വെറുതെ ഇടപെട്ടിട്ട് അത് എഴുതിയ ആളുകളിലൊക്കെ പ്രൊഫൈലൊക്കെ കയറി നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇതിൽ പുറത്ത് നമ്മൾ പോകുന്നില്ല. പണ്ട് ഒരു നടൻ പറഞ്ഞ പോലെ, ആൾ നടൻ വലിയൊരു നേതാവും കൂടിയാണ്. ആൾ പറഞ്ഞ പോലെ വസ്ത്രരീതി കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തോട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ആളെ മക്കളെ വസ്ത്രരീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. മക്കൾ അവർ വസ്ത്രം ധരിക്കുന്ന അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിലിപ്പോൾ അത് എൻ്റെ വസ്ത്രം ധരിക്കുന്ന എൻ്റെ പേഴ്സണൽ കാര്യം. എൻ്റെ വൈഫിന് ഇഷ്ട വസ്ത്രം ധരിക്കുന്ന ഞാൻ അവളോട് പറയാറ്, നീ നിൻ്റെ ഇഷ്ടമുള്ള എന്നോട് സെലക്ട് ചെയ്യാൻ പറയാറ്, നീയാണ് ഇടുന്നത്, അപ്പം നീ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ കാലഘട്ടത്തിൽ 2024 അപ്പോൾ അതിനുശേഷം രണ്ടാമതൊരു പോസ്റ്റ് വന്ന ആളെ വസ്ത്രരീതിയെ കുറിച്ചായിട്ടൊരു പോസ്റ്റ്, മൂന്നാമതൊരു പോസ്റ്റ് വന്നതെന്ന് വെച്ചാൽ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയെ കുറിച്ച് തന്നെ ആൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾ പേര് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബോച്ച എന്നൊരു പ്രിവിലേജ് മാൻ, ബൊച്ച ജെമിനി ക്യാരക്ടർ ബൊച്ച ആള് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നെഗറ്റീവ് കമൻസ് പറഞ്ഞിട്ടായാലും അതിൻ്റെ പിന്നാലെ കുറച്ച് ആൾക്കാരുണ്ട്, ചാരിറ്റി പറഞ്ഞിട്ട് കുറച്ച് അതിനുണ്ട്, പിന്നെ ആളൊരു ബിസിനസ് ടീം കാര്യങ്ങളൊക്കെ ഇട്ട് അതിന് സപ്പോർട്ട് ചെയ്ത് വേണ്ടപ്പോൾ ബോച്ച എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ പേരും പിന്നെ ഒരു പേടിയും കാരണമായിരിക്കാം ചിലപ്പോൾ ആൾ ടീമടക്കം ഇതിനെക്കുറിച്ച് കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതായിട്ട് വിഷയപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ചകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആളുടെ ടീമിലുള്ള ആളുകളുടെ ക്യാരക്ടർ വരെ. അപ്പോൾ മൂന്നാമത് പോസ്റ്റ് ഇട്ടത് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു വീട്ടിലുള്ള സമയത്താണ് അരുൺകുമാറായിട്ടുള്ളൊരു ഫോൺ ഇൻട്രാക്ട് ചെയ്യണം നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ആൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തും ചെയ്തിട്ട് അവസാനം കുറച്ച് കാലമായി തെറ്റുപറ്റാത്ത മനുഷ്യരൊന്നുമില്ല, എല്ലാവർക്കും തെറ്റുപറ്റാറുണ്ട്. പക്ഷെ അത് പിന്നെ തെറ്റുപറ്റിയിട്ട് അതിൻ്റെ പിന്നാലെ പോയത് കാലങ്ങളായിട്ട്. ഇത് ഷാനി റോസ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ 6-7 ഉദ്ഘാടനത്തിന് പോയിട്ട് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൗണ്ടറുകൾ ഈ കുന്തി ദേവി മുതൽ കുറേ മോശമായ വേർഡ്സുകളൊക്കെ പറയാൻ തന്നെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് നിങ്ങളൊക്കെ കാണുമ്പോൾ അത് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. അങ്ങനത്തെ മോശമായ വേർഡുകളിലൂടെയാണ് പല രീതിയിൽ ഇൻ്റർവ്യൂവിൽ വരെ ഇൻട്രാക്ട് ചെയ്യും. കുട്ടികൾക്ക് വരെ വളരെ മോശമായിട്ട് രീതിയിലുള്ള ഡിസ്കഷൻസ് വരെ വന്നിട്ടുണ്ട് പറയും. അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാട്ടെ. കാരണം എന്ന് വെച്ചാൽ ഒരാളൊരു പോസ്റ്റ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടി ആയിക്കോട്ടെ, കുട്ടിയുടെ ഡാൻസ് ആയിക്കോട്ടെ, പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ഇപ്പോൾ ആക്ടേഴ്സ് ആരും ആയിക്കോട്ടെ, ഇവരുടെ അടിയിൽ വന്നിട്ട് വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള കമൻസുകൾ അയക്കുക, ഒരു മോശമായ രീതിയിലുള്ള കമൻസുകൾ അയക്കുക, പൊളിറ്റിക്സ് കൊണ്ടുവരിക, രാഷ്ട്രീയം കൊണ്ടുവരിക, ഓളാണ് മറ്റേ പാർട്ടിക്കാർ, അല്ലെങ്കിൽ ഇവൾ ഇന്ന മതക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു സൈബർ വിങ്ങനെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ താക്കീതും കൂടിയാണ് കേട്ടത്. ഇനി കമൻസൊക്കെ അടിക്കുന്ന സമയത്ത് എഴുതുന്ന സമയത്തും ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലും അച്ഛനും അമ്മയും പെങ്ങളൊക്കെ ഉണ്ട്, അവർക്കും ഇതൊക്കെ തിരിച്ചിങ്ങോട്ട് എഴുതാം. ഇപ്പം നിങ്ങളെ ഞാനിപ്പോൾ ഒരു കമൻറ്റ് ഇട്ട് എൻ്റെ അടിയിൽ വന്നിട്ട് എൻ്റെ വീട്ടുകാരെ വിളിക്കാനുള്ള അധികാരമൊക്കെ തിരിച്ചുകൊണ്ടുവന്നത് ഇതൊക്കെ ഭയങ്കര മോശമായ രീതിയിലേക്ക് പോകും.
അതുകൊണ്ടൊക്കെ ഒഴിവാക്കാനുള്ളൊരു വലിയൊരു താക്കീത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 60 വയസ്സായ ഒരാളെ വരെ ഈ സംഭവം വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോബി ചെമ്മണ്ണൂർ എന്നൊരു വ്യക്തി ഇപ്പം അത് കേസാക്കിയിട്ടുണ്ട്, ജാമ്യമില്ലാ വകുപ്പൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആള് ശിക്ഷിക്കപ്പെടുമോ? ഇപ്പോൾ 60 വയസ്സിട്ട് ഒരാളെ പോസ്റ്റ് ഇട്ടപ്പോൾ ആൾ കൊണ്ടുപോയി 26 പേർക്ക് കേസുണ്ട്, അതിൽ 5-6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേരെ കിട്ടുന്നില്ല, കാരണം ഓരോ ഉടായ്പ ഐഡിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ബോബി ചെമ്മണ്ണൂർ ശിക്ഷിക്കപ്പെടുമോ? കാരണം ആളിൽ പൈസയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇന്ത്യ എന്നൊരു രാജ്യത്ത്, കേരളത്തിൽ ഇങ്ങനെ പൊളിറ്റീഷ്യന്മാരുടെ സപ്പോർട്ട്, മീഡിയാസിൻ്റെ സപ്പോർട്ട് എല്ലാം ഉള്ള സമയത്ത് ബോബി ചെമ്മണ്ണൂർ എന്നൊരാൾ സ്ത്രീകൾക്കെതിരെ അപമര്യാദ കൂടി പെരുമാറി എന്നുള്ള രീതിയിൽ വരെ പോലെ കുറേ പോയിന്റ്സ് ഉണ്ട്. അതിൽ ലീഗലി പോകുന്ന സമയത്ത് കുറേ പോയിന്റ്സ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് പോയിന്റ്സ് വെച്ച് IT ആക്ട് പ്രകാരം എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ ആക്ട് വെച്ചിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ബോബി ചെമ്മണ്ണൂർ ശിക്ഷിക്കപ്പെടുമോ? നമ്മുടെ നാട്, കാശുള്ളവന് എന്തു ആവാം. ലക്കി ഭാസ്കർ എന്ന ഫിലിമിൽ പറയുന്ന കുറേ പോയിന്റ്സ് എനിക്ക് വർക്കായി. കാശുള്ള എന്തു ആവാം. പിന്നെ അപ്പുറത്ത് കുറച്ച് ചാരിറ്റി, ഇപ്പുറത്ത് കുറച്ച് ടീം സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്തു ആവാമല്ലോ. പിന്നെ നമ്മുടെ നാട് ഭരിക്കുന്ന ആരാ? ഇവിടെ മീഡിയാസും പൊളിറ്റീഷ്യൻസാണ്. അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പം ഇതിനെതിരെ മോശമായി കമൻസ് ഇട്ട ഒരുപാട് പേരുണ്ട്. ഇപ്പം ഹണി റോസിനെതിരെ മാത്രമല്ല കേട്ടോ, കാലങ്ങളായിട്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കുറച്ച് ആൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു വന്ന്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡാൻസ് കളിച്ച്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്ന് കുറേ ഹോളികൾ വന്നിട്ട് ഇങ്ങനെ പ്രതികരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത് പല ആൾക്ക് ഇപ്പോൾ ലിച്ചി എന്ന് ഹംഗമാനി ഡയറീസിലൂടെ നാളെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ആളുടെ ഇടയിൽ ഞങ്ങൾ ഒരുപാട് മോശം കമൻസുകൾ കണ്ടിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ, നമ്മളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രൊഫഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഈ വില്ലിങ് ആയിട്ട് വരിക. ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. എനിക്ക് ആ പണിയെ പറ്റുള്ളൂ, എനിക്ക് അതിൽ വില്ലിങ് ആണ്. എന്നോട് വേറെ പണി പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, എനിക്ക് മോഡലിംഗ് പറ്റില്ല. അതൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞ പണിയാണ്. അവർ പറഞ്ഞ പണി ചെയ്യും. അത് അവർക്ക് ആ രീതിയിൽ പാഷനേറ്റീവായി ചെയ്യുന്ന ആളുകളാണ്. അതിന് നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഹണി റോസ് ആസ് എ ആക്ടർ ഒരുപാട് ഉദ്ഘാടനങ്ങൾ കാര്യങ്ങൾ പോകാറുണ്ട്. അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ആളത് ചെയ്യും. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം, കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിക്കുക, ആൾക്ക് ആ വസ്ത്രം ധരിക്കുമ്പോഴാണ് ആൾക്ക് അട്രാക്ഷൻ തോന്നുന്നത്. അത് ആളുടെ ഫ്രീഡാണ്. അതിൻ്റെ പുറത്താവും ചില പല ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾ കൂടുന്നത്, തന്നെയാണ് ആ ബ്രാൻഡ് മാർക്കറ്റിൽ വിടുന്നതും. അതുപോലെ ആൾ കൂടുന്നതൊക്കെ അതുപോലെ തന്നെയാണ് ബിസിനസ് നടക്കുന്നതും. അപ്പം അതിന് ഒരു അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിൽ പോയിട്ട് വന്ന് വെറുതെ അനാവശ്യ കാര്യങ്ങൾ ചൊറിയാന്നൊക്കെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ വളരെ മോശം സംഭവം. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഇത് കുറച്ച് കാലമായിട്ട് തുടങ്ങിയുള്ള ആൾ. ഒരുപാട് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഡീലുകളൊക്കെ ഉണ്ട്. അതിലിടയിൽ കൂടെയും കുറേ കാര്യങ്ങൾ കൗണ്ടറിലൊക്കെ നമ്മൾ കേൾക്കുന്ന, ഇന്റർവ്യൂവിനൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ വക സാധനങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ മീഡിയാസൊക്കെ കുറച്ച് ഈ 2 ദിവസം, ഇന്നലെയാണ് കുറച്ച് മീഡിയാസൊക്കെ തലവെക്കിയത് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പുറത്ത് വന്ന് പറഞ്ഞേ പറ്റൂ. കാരണം പല ആളുകളും പുറത്ത് ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയത് ബോബി ചെമ്മണ്ണൂർ അറിയാത്ത ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. എൻ്റെ ചെറിയ മോന് വരെ അറിയത് ചെയ്തുള്ള ബോബി ചെമ്മണ്ണൂർ. എന്ന് വെച്ചാൽ അവരൊക്കെ അപ്ഡേറ്റ് ആണ്, കാലഘട്ടത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് വന്ന് പ്രതികരിച്ചേ പറ്റും. അപ്പോൾ ഇന്നലെ അരുൺകുമാറും കുറേ ചാനൽസും, റിപ്പോർട്ടർ TV, 24 ന്യൂസും, News 18 Media One ഒക്കെ വന്നിട്ട് ഇങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെ പറയാം. ബോബി ചെമ്മണ്ണൂർ ബാനിനായിട്ട് മാപ്പ് പറയുന്നു, കുന്തിദേവി പ്രസ്താവന, ഹിന്ദി ചാനൽ, അങ്ങനെ കുറേ ഇത് വരുന്നു. വ്യക്തമായ പ്ലാനിങ് അതിനൊരു ടീം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആളങ്ങനെ വന്ന് പറയുന്നു. ഞാൻ സത്യം പറയും, ഇന്നലെ ഇയാളുടെ ഇങ്ങനെ കുറേ ഇൻ്റർവ്യൂ വീഡിയോസിലിരുന്ന് കണ്ടപ്പോഴേ, കുറേ വീഡിയോസിലിരുന്ന് ഞാൻ കണ്ട സമയത്തൊക്കെ അസഹനീയാണ്. ഒരു ലേഡിയാണ് അവിടെ എൻകറേജ് വെച്ചെങ്കിൽ ഇയാൾ പറയുന്ന വേർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യും കുറച്ച് അടിയിച്ച് കുറേ പേര് കമൻസിൽ വരുന്നുണ്ട്. ഇവരെപ്പോലുള്ള ആളുകളാണ് ശരിക്കും ഇയാൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകൾ ശരിക്കും ഇയാളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇയാൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള പ്രേരണ കിട്ടുന്നത്. ആൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ രീതി ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ആളതിൽ വിജയിക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരുടെ നെഞ്ചത്തും മറ്റുള്ളവരുടെ രീതിയിൽ മോശമായ രീതിയിൽ ബോഡി ഷേമിങ് ചെയ്തിട്ടാവരുത് എന്നുള്ള രീതിയിലുള്ള വലിയൊരു താക്കീതാണ് ഹണി റോസ് കൊടുത്തത്. ഹണി റോസിന് കുറച്ച് മുമ്പായിരുന്നില്ല എന്നുള്ളൊരു വീഡിയോ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ആൾക്കൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു തോന്നി എനിക്ക്. കാരണം ആ പ്ലാനിങ്ങിലൂടെ ആൾ മുന്നോട്ട് പോയി. ഇപ്പം കറക്റ്റ് പോയിന്റാണ്. നാളെ ബോബി ചെമ്മണ്ണൂർ ശിക്ഷിക്കപ്പെടില്ലേ എന്ന് സെക്കൻഡറി. പക്ഷെ ഇതിനെതിരെ പ്രതികരിച്ച് തുടങ്ങി ഒരുപാട് പേര് പ്രതികരിക്കാനുണ്ടായിരിക്കും. അത് നമ്മുടെ സമൂഹത്തിലൊരു ആവശ്യമാണ്, പ്രത്യേകിച്ച് ഈ വക കാര്യങ്ങൾ. അതിപ്പോൾ ഹണി റോസ് അല്ല, ലിച്ചി അല്ല, ഇനി പൊളിറ്റീഷ്യൻസ് അല്ല, നായകന്മാരല്ല, ഇനിയിപ്പോൾ ഒരു പെൺകുട്ടി റീൽസൊക്കെ ചെയ്യുന്നൊരു പെൺകുട്ടിയുടെ അടിയിൽ പോയിട്ട് ഇവ കമൻസ്, അതിൽ കുറേ കുലസ്ത്രീകളുണ്ട് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. ആ രീതിയിലുള്ള കുറേ ആളുകളുണ്ട്. അവരെ കമൻസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർക്ക് ID പോയി നോക്കിയാൽ നമുക്ക് ഏകദേശം അറിയാം. അവർ ഫേക്ക് IDs ഉണ്ട്. അപ്പോൾ ഇഷ്ട ഭക്ഷണം, ഇഷ്ട വസ്ത്രം ധരിക്കാനുള്ളതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പം എല്ലാവർക്കും പ്രൊഫഷണലി ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. ആ ജോലിയുടെ ഭാഗമായിട്ടായി ചെയ്യുന്നു. അവർ പാഷനേറ്റീവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റും. നമ്മൾ വെറുതെ ചൊറിഞ്ഞിട്ട് കാര്യമില്ല.
നമ്മുടെ പണി എന്താണെന്ന് നമ്മൾ ചെയ്യുക. പൊളിറ്റിക്കലി ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സണൽ കാര്യമാണ്, മറ്റുള്ളവർക്ക് പല ഒപ്പീനിയൻസ് ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ എഫേർട്ട് ഉണ്ട്. ഹണി റോസ് എന്നൊരു വ്യക്തി ഇങ്ങനെ അവൻ്റെ പിന്നിൽ വലിയ എഫേർട്ട് ഉണ്ട്. ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരാളാണ്. ഇപ്പോൾ ആളെ ലൈഫ് സക്സസ് ആയി. ആൾ ചെയ്യുന്ന ജോബിൽ പാഷനാറ്റീവായി ചെയ്ത ആൾ ഇതുവരെ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വെറുതെ പോയിട്ട് അതിൻ്റെ അടിയിൽ വന്ന് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. കുറേ ഞരമ്പ് രോഗികൾ ഇങ്ങനത്തെ ഉണ്ട്, പണ്ട് മുതൽ എൻ്റെ അടിയിൽ കയറി വന്ന് വെറുതെ ചൊറി. ഇപ്പം എനിക്കും പേഴ്സണലി 1-2 അനുഭവം ഉണ്ടായിട്ടാണ്. എനിക്ക് വലിയ വ്യൂസും ആളൊന്നല്ല ഞാൻ, പക്ഷെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ബോഡി ഷെയ്മിങ് ചെയ്യാൻ വരുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ടീഷർട്ടിനെ കുറിച്ച് പറയാം, എൻ്റെ കളറും ടീഷർട്ടും കണ്ടില്ലേ, എൻ്റെ മൂക്ക് കണ്ടില്ലേ, എൻ്റെ മുഖം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മളത് മൈൻഡ് വെക്കാറില്ല. അപ്പോൾ നമ്മളെപ്പോലെ 1-2 കമൻറ്റ്സ് വരണം, നമുക്കത് ഒരു പേഴ്സണലൊരു എന്തിനാണ് അതിൻ്റെ ആവശ്യം അവർക്ക്? നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യം കാണണ്ട, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ താല്പര്യം പോകണ്ട, എന്ത് കാര്യതല്ലേ ഹണി റോസിൻ്റെ ഉദ്ഘാടനത്തിൽ പോകണ്ട, അല്ലെങ്കിൽ ആളെ പടം കാണണ്ട. ഇപ്പോൾ റാച്ചിലൊന്നൊരു പടമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആസ് എ പേഴ്സണലി ആൾ ചെയ്തത് ഒരുപാട് പേർക്ക് മാതൃകയാകുന്ന സംഭവമാണ്. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ അമ്മ അസോസിയേഷൻ കാര്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാം പോസിറ്റീവായിട്ട് പോട്ടെ. അമ്മ അസോസിയേഷൻ്റെ കാര്യങ്ങൾ കുറച്ച് കാലം മുമ്പുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിരുന്നു, ഒരുപാട് പേർക്കെതിരെ, നടന്മാർക്കെതിരെ. ഇപ്പോൾ അതൊക്കെ അവർ ശക്തമായിട്ട് പുതിയ സംഘടനയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇന്നെ ശക്തമായിട്ട് അവർ പ്രതിരോധിക്കുന്നുണ്ട്. ആ പ്രതിരോധം എന്നും നിലനിൽക്കട്ടെ. ഇങ്ങനെ കമൻസ് അടിക്കുന്ന, അതിപ്പോൾ ആരായാലും, എന്ത് കാശുള്ളവനായാലും, ഇപ്പം ഏതാളായാലും, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കാശുകാരനായാലും ഏറ്റവും വലിയ പൊളിറ്റീഷ്യൻ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശക്തമായും ഉള്ള അധികാരത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ പൊളിറ്റിക്സിൻ്റെ മുമ്പിൽ, നമ്മുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത്. കാശിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരാൾ ആ കാശിൻ്റെ വിൽ പവറിൻ്റെ പുറത്ത് പോകരുത്. കാരണം നാളെ ഒരുപാട് പേർക്ക് ഇത് മാതൃകയായിട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസിൽ എങ്ങനെ എത്തുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആൾ മുൻകൂർ ജാമ്യൻ്റെ ബെയിലൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്, ബാക്കപ്പ് ഒക്കെ ആൾക്കുണ്ട്. ആളെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ, പൊളിറ്റീഷ്യൻസിനായാലും മീഡിയാസിനായാലും ഒക്കെ. ഇതെങ്ങനെ പോകുന്നറിയില്ല. എന്തായാലും ഇപ്പം ഇന്നലെ വരെയുള്ള സംഭവത്തിൽ എല്ലാവരും ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അപ്പുറത്തും ഉണ്ട്. ഇപ്പം അമ്മേനെ തല്ലിയാലും 2 വർഷം പറയുന്ന ആളുകളുണ്ട്, അച്ഛനെ തല്ലിയാലും പറയുന്ന ആളുകളുണ്ട്, ഭാര്യനെ പറയുന്ന എല്ലാവരും പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ നാട് അംഗീകരിച്ചുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടാണ് ആൾ പോകുന്നത്. അതിന് ഇവിടുത്തെ നിയമതടസ്സം കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമുക്ക് കണ്ട് സഹിച്ച അസഹിഷ്ണുതയുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേ പറ്റുമെന്നാണ് എനിക്ക് ഈ വീഡിയോയോട് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നി. ഞാനും ഹണി റോസിൻ്റെ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു സെൽഫി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആൾ ഭയങ്കര ചിരിച്ച് ആ എടുത്ത മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഉണ്ടായുള്ളത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഒന്നിച്ചുള്ളത് എന്താണ്, കാരണം നമുക്കൊരാഗ്രഹമാണ്. നമ്മുടെ ഡീലർ പോയിന്റിലായിരുന്നു നടന്നത്. അപ്പോൾ ആൾ വരുമ്പോൾ ആൾ കൂടുന്നതും കൈയടിക്കാൻ വരുന്നതും ആളോടുള്ള ആരാധന തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആൾ ഉദ്ഘാടനത്തും പിന്നെ ആൾ കൂടും, ആളെ പടങ്ങൾ വിജയിക്കുന്നു. ഇപ്പോൾ നല്ലൊരു ആൾക്കൊരു പോസിറ്റീവായും കൂടി ചെയ്തു ഈ സമയത്ത് രംഗത്ത് വന്നതും. അപ്പോൾ എനിവേ ഇത് ഇങ്ങനത്തെ ആർക്കെതിരായാലും മോശമായ കമൻസ് അടിയിൽ വരുന്ന് അടിക്കുന്നവർക്ക് വലിയൊരു താക്കീതാവട്ടെ.